നമസ്കാരം, സിബി മുളനിക്കാടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ, പനമ്പള്ളി നഗർ. കൊച്ചിൻ എക്സിബിഷൻ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് നാളെ 2 ദിവസം കൂടിയുണ്ട്. ഷമീറിൻ്റെ പ്രൈവറ്റ് എക്സിബിഷനാണ്. ഷമീറായിട്ട് ഓർഗനൈസ് ചെയ്ത് അതിമനോഹരമായിട്ട് ഓർഗനൈസ് ചെയ്തൊരു എക്സിബിഷൻ. എല്ലാവരുടെ അഭിപ്രായം 100% പോസിറ്റീവാണ്. കേരളത്തിൽ നടന്നിട്ടുള്ള എക്സിബിഷനുകളിൽ ഏറ്റവും നല്ല എക്സിബിഷൻ എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞത്. ഇതാണ് ഷമീർ. ഗ്രീൻ ഉടുപ്പിട്ട് നിൽക്കുന്നതാണ് ഷമീർ. തൊട്ടടുത്ത് നിൽക്കുന്നത് കൊച്ചി രാജകുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹമാണ് റിബൺ കട്ട് ചെയ്ത് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഫേമസ് കളക്ടേഴ്സ് അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സ്, ഡീലേഴ്സ് എല്ലാം തന്നെ ഇന്നലെ തന്നെ വന്നിരുന്നു. ഇന്നും നാളെയും കൂടി 2 ദിവസം കൂടിയുണ്ട്. കുമരകം രഘുനാഥ്, ഇദ്ദേഹത്തെ പണ്ട് സീരിയലൊക്കെ കാണുന്ന സമയങ്ങളിൽ എന്നും കേൾക്കുന്ന ഒരു പേരായിരുന്നു. അദ്ദേഹവും അവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ വളരെ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ കൊണ്ടും പിന്നെ അടുത്ത സുഹൃത്തുക്കൾ കൂടെ വരാമെന്നേറ്റ ചില സുഹൃത്തുക്കൾ കാലം മാറിയതുകൊണ്ടും എനിക്ക് പോകാൻ പറ്റിയില്ല. ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഞാൻ ആദ്യത്തെ ദിവസം തന്നെയാണ് എക്സിബിഷനുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാൻ പറ്റിയില്ല. നാളെ, അതായത് ഞായറാഴ്ച ഒന്ന് പോകണമെന്ന് കരുതിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്ത് ഞായറാഴ്ച ഒന്ന് പോകണമെന്ന് കരുതിയിരിക്കുന്നു. കാരണം ഇത് മിസ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കുണ്ട്. നിങ്ങളും തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയധികം ഡീലേഴ്സ് ഒരു കുടക്കീഴിൽ, സാധാരണ നമ്മൾ ബോംബെ അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ എക്സിബിഷന് പോകണം, ഇത്രയധികം ഡീലേഴ്സ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. ഇത് ഒരു ഹാള് കംപ്ലീറ്റ് ഡീലേഴ്സിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഇത് ഡീലേഴ്സ് ഹാളാണ്. ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് ഡീലേഴ്സാണ്. ഒരു ഹാള് കംപ്ലീറ്റ് ആയിട്ട് എക്സിബിഷൻ അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പോകുമ്പം തീർച്ചയായിട്ടും സമയം കണ്ടെത്തി എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ഹാളിൽ പോവുകയും അത് എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന ആളുകളെ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരോട് പറയുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുകയും ചെയ്യണം. കാരണം അത് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ എക്സിബിഷൻ കാണാൻ പോകുമെന്ന് കരുതുന്നു, ഡീലേഴ്സിനെ കാണാൻ പോകുമെന്ന് കരുതുന്നു, നിങ്ങൾക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങുമെന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ അവസാനം ഉണ്ടാവും. എനിക്ക് ഒരേ ഒരു വാട്സപ്പ് നമ്പർ മാത്രമേ ഉള്ളൂ. ആ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജായിട്ട് ഇടാം. ഞാൻ മെസ്സേജ് കണ്ടാൽ അപ്പോൾ തന്നെ, മെസ്സേജ് എപ്പോൾ കാണുന്നോ അപ്പോൾ തന്നെ അതിന് റിപ്ലൈ ചെയ്തിരിക്കും. കോള് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സാധാരണ ഫോൺ കാണാറില്ല. കാരണം അതിൽ സിം കിടക്കുന്ന മറ്റൊരു ഫോണിലാണ്, അത് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അത് സാധാരണ കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ മെസ്സേജ് ഇട്ടാലും മെസ്സേജ് കാണുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. ഇത്രയും വലിയൊരു എക്സിബിഷൻ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഏകദേശം സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, മലപ്പുറം, കണ്ണൂർ സൈഡിൽ നിന്നുള്ളവർക്ക് വരാനും തിരുവനന്തപുരത്തുള്ളവർക്ക് വരാനും ഒക്കെ നല്ല എളുപ്പമുള്ളൊരു ഏരിയയാണ്. ട്രെയിനുകളുടെ കണക്ടിവിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോകാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയുന്നത്. ഒരുപാട് അടുത്ത സുഹൃത്തുക്കൾ അവിടെ ഇന്നലെ പോയിരുന്നു. അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയാവുന്നത്, ഈ കാണുന്നത് പ്രദീപാണ് ആദ്യം കാണുന്നത്, അതിനുശേഷം ഹക്കീം സാറ്, അതുപോലെ തന്നെ നാസർ സാറ്, ഇവരൊക്കെ അവിടെ പോയിരുന്നു. നിങ്ങൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് വീഡിയോസ് എടുത്ത്, നല്ല രീതിയിൽ വീഡിയോസ് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്ത് തരികയാണെങ്കിൽ നമുക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യാനത് പ്രയോജനകരമായിരിക്കും. നമ്മുടെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളുടെ ന്യൂസുകൾ, മലബാർ സൈഡിലുള്ള ന്യൂസ് പേപ്പറിൽ വന്നൊരു വാർത്ത ഇവിടെ കാണിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.